എല്ലാവർക്കും നമസ്കാരം. മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ മറ്റ് ഇതര മതത്തിൽപ്പെട്ട കുട്ടികൾ, വിദ്യാർത്ഥികൾ സുരക്ഷിതരോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുകയാണ്. മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ മറ്റ് മതത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുവാൻ ഭയപ്പെടുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ പലരും പങ്കുവയ്ക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? ലവ് ജിഹാദിന് ശേഷം, നാർക്കോട്ടിക് ജിഹാദിന് ശേഷം, ലാൻഡ് ജിഹാദിന് ശേഷം ഇപ്പോൾ വിദ്യാഭ്യാസ ജിഹാദും ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? ഈ വിഷയത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങൾ ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ഹൈദരാബാദിലെ ഒരു സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് കലീമയും സൂറ അൽ ഫാത്തിഹയും മനഃപ്പാഠമാക്കിക്കൊണ്ട് വരണം എന്ന് സ്കൂൾ അധ്യാപിക ഈ കുട്ടിയുടെ ഡയറിയിൽ ഹോംവർക്കായി എഴുതി നൽകി എന്നുള്ളതാണ് പരാതി. ഇത് അത്യന്തം തെറ്റായ ഒരു നടപടിയാണ്. കാരണം മുസ്ലിം മാനേജ്മെൻറ്റുകൾ നടത്തുന്ന സ്കൂളുകളിൽ മറ്റുള്ള കുട്ടികളെ അവരുടെ മതവിശ്വാസം അടിച്ചേൽപ്പിക്കുകയും നഴ്സറി ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികളെ, ഇതര മതത്തിൽപ്പെട്ട കുട്ടികളെ ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സമീപനം ഇത് ശരിയായ ഒരു നടപടിയല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം മാനേജ്മെൻറ്റുകൾ സ്കൂളുകളിൽ മറ്റ് ഇതര കുട്ടികൾ പഠിക്കാൻ ഭയപ്പെടുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വാർത്ത നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വാർത്തയാണ്. എന്നാൽ ഈ അധ്യാപികയെ, അവരുടെ പേര് ഷെയ്ബ് ഐഷ പർവീൺ എന്നാണ്, അവരെ പിരിച്ചുവിട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയും പുറത്തു വരികയാണ്. അതായത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവരുടെ ബന്ധുവായ സുപ്രിയ ഗൗഡ്, അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്, കുട്ടിയെ വിളിക്കുവാനായിട്ട് സ്കൂളിൽ ചെന്നു. പിന്നീട് ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഡയറിക്കകത്ത് എഴുതി വച്ചിരിക്കുകയാണ്, കലീമ കാണാതെ പഠിച്ചുകൊണ്ട് വരണം. ഇത് ശരിയായൊരു നടപടിയാണോ? അപ്പോൾ മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ മറ്റ് ഇതര കുട്ടികളെ പറഞ്ഞു വിടുന്നത് എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളൊരു ചിന്ത ഇപ്പോൾ മാതാപിതാക്കളുടെ ഉള്ളിൽ കടന്നു വന്നിരിക്കുകയാണ്. മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ചെല്ലുമ്പോൾ അവരുടെ മതപരമായ രീതിയിലുള്ള വസ്ത്രധാരണവും അവരുടെ മതപരമായ രീതിയിലുള്ള വേഷവിധാനങ്ങളിലൂടെയാണ് അധ്യാപകർ വരുന്നത്. സാധാരണ നമ്മളൊരു സ്കൂളിൽ ചെല്ലുമ്പോൾ ഉള്ള ഒരു രീതിയല്ല ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ ഹിന്ദു മതത്തിൽപ്പെട്ട കുട്ടികളോട് അവരുടെ ദൈവങ്ങളെക്കുറിച്ച് ചോദിക്കുകയും പ്രത്യേകിച്ച് ഈ വിഗ്രഹാരാധനയെക്കുറിച്ച് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ കുട്ടികളോട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇവർ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുണ്ട്. ചില രക്ഷിതാക്കൾ, ക്രിസ്ത്യൻ രക്ഷിതാക്കൾ കുട്ടികളെ ആ സ്കൂളിൽ നിന്നും മാറ്റി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കുട്ടികളെ സ്കൂളിൽ നിന്ന് മാറ്റാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, മതപരമായ പല ടോർച്ചറിങ് ആണ് നടക്കുന്നത്. അതായത് ഗുഡ് മോർണിംഗ് പറയേണ്ട സ്ഥാനത്ത് ഇപ്പോൾ രാവിലെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയേണ്ടടുത്ത് അസ്സലാം അലൈക്കും എന്നാണ് പറയേണ്ടത്. അപ്പം അവരുടെ ഒരു ഒരു രീതിയുണ്ട്. അപ്പോൾ മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയേണ്ട സ്ഥാനത്ത് അവരുടെ മതപരമായ അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം എന്നൊക്കെ വേണം പറയാൻ. അത് മറ്റു കുട്ടികളെ കൊണ്ട്, ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും പെട്ട കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ചത് പറയിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മതപരമായ പല രീതിയിലുള്ള ടോർച്ചറിങ്, അവരുടെ കുട്ടികൾ ഈ തലയിൽ തുണിയിടുന്നു, തട്ടം ധരിക്കുന്നു, അത് മറ്റുള്ള കുട്ടികളെ നിർബന്ധിച്ച് ധരിപ്പിക്കുന്നു.
മറ്റുള്ള പെൺകുട്ടികളെ നിർബന്ധിച്ച് ധരിപ്പിക്കുകയും അവരുടെ കുട്ടികൾ ഇവരോട് മതപരമായ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ അധ്യാപകർ ഈ കുട്ടികളോട് മതപരമായ കാര്യങ്ങളെക്കുറിച്ചുമാണ് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മതപരമായ ഡ്രസ് കോഡ്, മതപരമായ രീതിയിലുള്ള വേഷവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ വരുന്ന കുട്ടികളോട് മതപരമായ ആചാര രീതിയിൽ പെരുമാറണം എന്നവരെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പഠിപ്പിക്കുന്ന സമയത്ത് ഭൂരിഭാഗവും ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ. ഭാഷ പഠിപ്പിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ സയൻസും സാമൂഹിക പാഠമൊക്കെ പഠിപ്പിക്കേണ്ട സമയത്ത് അതിൻ്റെ ഇടയിലൂടെ മുഹമ്മദ് നബിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ചും പിന്നീട് മറ്റു മതങ്ങളെക്കുറിച്ചുള്ള വിദ്വേഷവും ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികളുടെ ഉള്ളിലേക്ക് കുത്തിവെക്കുകയാണ്. നഴ്സറിയിലും LKG UKG 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് ചെറുപ്പത്തിൽ തന്നെ നിങ്ങളുടെ മതം ശരിയല്ല, ഞങ്ങളുടെ മതമാണ് ശരി, നിങ്ങളുടെ മാർഗം ശരിയല്ല, ഞങ്ങളുടെ മാർഗമാണ് ശരി, നിങ്ങളുടെ വേഷവിധാനം ശരിയല്ല, ഞങ്ങളുടെ വേഷവിധാനമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകൾ ഇത്രമാത്രം വലിയ ടോർച്ചറിങ് നടത്തുമ്പോൾ അത് എത്രമാത്രം കുട്ടികളെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. കൊച്ചു കുട്ടികളായതുകൊണ്ട് പലപ്പോഴും ഇത് വീട്ടിൽ വന്ന് പറയാറായിട്ടില്ല. എന്നാൽ അവരുടെ പെരുമാറ്റത്തിൽ നിന്നും അവർക്ക് നമുക്കിത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. എത്രമാത്രം മതപരമായ വിദ്വേഷമാണ് ഈ ടീച്ചർ ചെയ്തിട്ടുള്ളത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. മറ്റൊരു മതത്തിൽപ്പെട്ടവരുടെ പ്രാർത്ഥന കാണാതെ പഠിച്ചുകൊണ്ട് വന്ന് ചൊല്ലിക്കേൾപ്പിക്കണം എന്നുള്ള ഈ ഒരു സമീപനം ഇത് എത്ര മോശമാണ് എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞ ഒരു വാചകം ഇവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 100 ഹിന്ദു കുടുംബങ്ങൾ താമസിക്കുന്ന ഇടയിൽ ഒരു മുസ്ലിം കുടുംബത്തിന് സുഖമായി ജീവിക്കാം, യാതൊരു പ്രശ്നവുമില്ല. അതേസമയം 100 മുസ്ലിം കുടുംബങ്ങൾ താമസിക്കുന്ന ഇടയിൽ ഒരു ഹിന്ദു കുടുംബത്തിന് താമസിക്കാൻ സാധ്യമല്ല. അത് മതപരമായിട്ടുള്ള മതഭ്രാന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഞങ്ങളുടെ മതമാണ് ശരി, ഞങ്ങളുടെ ഗ്രന്ഥമാണ് ശരി, ഞങ്ങളുടെ ആളാണ് ശരി, ഞങ്ങൾ മാത്രമാണ് ശരി, ബാക്കിയുള്ളവരെല്ലാം കാഫിറുകളാണ്, അവർ ഉന്മൂലനാശപ്പെടേണ്ടവരാണ്, അവർ കൊല്ലപ്പെടേണ്ടവരാണ്, അവർ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരല്ല എന്നുള്ള ഇവരുടെ മതപരമായ ഈ പഠിപ്പിക്കലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പം മനുഷ്യനെ മനുഷ്യനായി കാണാതെ മനുഷ്യനെ മൃഗതുല്യനായിട്ടും മനുഷ്യനെ മറ്റു മതത്തിൽപ്പെട്ടവനെ ശത്രുവായി കാണുകയും ചെയ്യുന്ന ഒരു സമീപനം. അതുകൊണ്ട് മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികൾ സുരക്ഷിതരാണോ എന്ന് സ്വാഭാവികമായി മാതാപിതാക്കൾ ചിന്തിക്കും, അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ മുസ്ലിം മാനേജ്മെൻറ്റുകൾ ഇങ്ങനെ സ്കൂളുകളും കോളേജുകളും ഒക്കെ നടത്തുമ്പോൾ അവിടെ പഠിക്കുന്ന അന്യമതത്തിൽപ്പെട്ട കുട്ടികൾ എത്രമാത്രം ടോർച്ചറിങ്, എത്രമാത്രം ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു പഠന വിഷയമാക്കേണ്ടതാണ്. പൊതുവെ മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികളാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ. അവർ ചെറുപ്പം മുതൽ മതപഠനം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ആ മതപഠനം മറ്റുള്ള കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു സ്വാഭാവികമായ ഒരു പ്രേരണ ഇവരുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ, മറ്റ് ഇതര മതത്തിൽപ്പെട്ട കുട്ടികൾ എത്രമാത്രം സുരക്ഷിതരാണ് എന്നും ഈ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പഠിക്കുവാനായിട്ട് ഇവർ ഭയപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു വലിയ ആശങ്കയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുന്നത്. ഇത് ഒരു വലിയ പ്രശ്നമായി തന്നെ തീരും. എന്നാൽ ചില ആളുകൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഏത് മതത്തിൽപ്പെട്ടവരായാലും ഒരു മതത്തിൻ്റെ ഗ്രന്ഥം മാത്രമല്ല മറ്റു മതങ്ങളുടെ ഗ്രന്ഥം കൂടെ പഠിപ്പിക്കണം. ഇപ്പോൾ ഖുറാൻ മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിൽ ഖുറാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം മറ്റു കുട്ടികളെ ഭഗവത്ഗീതയും ബൈബിളും പഠിപ്പിക്കണം എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുകയാണ്. എന്നാൽ എൻ്റെ അഭിപ്രായം ഒരു സ്കൂളുകളിലും, ക്രിസ്ത്യൻ സ്കൂളായിക്കൊള്ളട്ടെ ഹിന്ദു സ്കൂൾ, ഒരു സ്കൂളുകളിലും മതപരമായ ഒരു ആചാര അനുഷ്ഠാന രീതികളോ ഒരു മതഗ്രന്ഥത്തിൻ്റെ സ്വാധീനമോ പ്രത്യേകിച്ച് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ യാതൊരുവിധമായ മതചിഹ്നങ്ങളോ അല്ലെങ്കിൽ മതപരമായ വേഷവിധാനങ്ങളോ ധരിക്കേണ്ട ആവശ്യകതയില്ല. അവരൊരു പബ്ലിക് കുട്ടികളെ പഠിപ്പിക്കുന്നവരായതുകൊണ്ട് അവർ ഒരിക്കലും അന്യമതത്തിൽപ്പെട്ട ഒരാളെ ടോർച്ചർ ചെയ്ത് അന്യമതത്തിൽപ്പെട്ട കുട്ടികളെ ചൂഷണം ചെയ്യുന്നത് അത് തീർത്തും തെറ്റായ ഒരു നടപടിയാണ്.
അതുകൊണ്ട് സ്കൂളുകളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഈ മതപരമായ പ്രാർത്ഥനകളും ആചാര അനുഷ്ഠാനങ്ങളും അതുപോലെ ഇതുപോലുള്ള മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ പൂർണ്ണമായി തന്നെ ഒഴിവാക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആശങ്ക പ്രകടിപ്പിക്കുന്ന ലവ് ജിഹാദിന് ശേഷം, നാർക്കോട്ടിക് ജിഹാദിന് ശേഷം, ലാൻഡ് ജിഹാദിന് ശേഷം ഇപ്പോൾ വിദ്യാഭ്യാസ ജിഹാദും കൂടെ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആശങ്ക രേഖപ്പെടുന്നത്. എന്തായാലും മാതാപിതാക്കൾ ചിന്തിക്കുക, മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സുരക്ഷിതരാണോ, അവർ അവിടെ പഠിക്കുവാൻ ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കുകയും സ്വയമായിട്ട് ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കേണ്ട കാലഘട്ടം ആയി അത് അതിക്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്.